വയനാട്ടിൽ ആദിവാസി ഭൂമി കയ്യേറിയതായി ആരോപണമുയർന്ന കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തലാക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. വെള്ളമുണ്ട പഞ്ചായത്തിലെ വാളാരം കുന്നിൽ പ്രവർത്തിക്കുന്ന ചന്ദന ക്വാറിക്കെതിരെയാണ് നടപടി. നിയമവിരുദ്ധമായാണ് ക്വാറി പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. വെള്ളമുണ്ട വില്ലേജിലെ വാളരം കുന്നിൽ പ്രവർത്തിച്ചിരുന്ന കരിങ്കൽ ക്വാറി ആദിവാസി ഭൂമിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന ആരോപണമുയർന്നിരുന്നു. ആദിവാസികളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് അധികൃതർ ഈ ക്വാറിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെപ്പിച്ചു. ഇതിനെ തുടർന്ന് തൊട്ടടുത്തുള്ള ഭൂമിയിൽ തന്നെ ഖനനം തുടരാനുള്ള ശ്രമത്തിലായിരുന്നു ക്വാറി ഉടമ. എന്നാൽ 5 കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ ക്വാറിക്ക് അനുമതി നൽകാനാവില്ലെന്ന് ജില്ലാ കലക്ടർ വ്യക്തമാക്കുന്നു. ആദിവാസികളുടെ വഴി തടസ്സപ്പെടുത്തും, സ്വൈരജീവിതം തടസ്സപ്പെടും തുടങ്ങിയ കാരണങ്ങളാണ് ക്വാറിക്ക് അനുമതി നൽകാതിരിക്കാൻ കളക്ടർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വർഷങ്ങളായിട്ട് എത്രയോ കാലങ്ങളായിട്ട് ആദിവാസികൾ ഉപയോഗിക്കുന്ന ഒരു പാത്വയാണ്. ദാറ്റ് ഈസ് പാസിംഗ് ത്രൂ ദ ക്വാറി കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന പാത്വയാണ്. ആ പാത്വേ ശരിക്കും ക്വാറി ഈ ഏരിയ മുഴുവൻ അവർ എർത്ത് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കരിങ്കൽ ക്വാറിക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ഉടമ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും കോടതി അന്തിമ തീരുമാനം കളക്ടർക്ക് വിടുകയായിരുന്നു. കരിങ്കൽ ഖനനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും നിർത്തലാക്കാനാണ് ജില്ലാ കലക്ടർ ഉത്തരവിട്ടിരിക്കുന്നത്. ഇതോടെ പ്രദേശത്തെ ആദിവാസികളുടെ വർഷങ്ങൾ നീണ്ട പ്രക്ഷോഭമാണ് അന്തിമ വിജയത്തിലെത്തിയിരിക്കുന്നത്. റിപ്പോർട്ടർ, വയനാട്.